മന്ത്രി പി.സി. വിശ്വനാഥിനെ തട്ടി അകത്തിട്ടു. ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം അക്രമാസക്തമായിരുന്നു. ഇന്നലെ മുതൽ ഡൽഹി സംഘർഷഭരിതമാണ്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ സമരം നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു ഈ മിന്നൽ സമരം. നയിച്ചതാകട്ടെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുൻനിര നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ഇന്ന് മിന്നൽ സമരം പ്രഖ്യാപിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ളവർ അവിടെ എത്തി. മന്ത്രി പി.സി. വിശ്വനാഥ് എത്തി. അതേപോലെ വി.കെ. ശ്രീകണ്ഠൻ എം.പി, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഈ മിന്നൽ സമരത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ വസതി അറിയാമല്ലോ, 1 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ അതീവ സുരക്ഷാ മേഖലയാണ്. 1 കിലോമീറ്റർ ചുറ്റളവിനകത്തേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഉടനടി അവിടെ SPG അടക്കമുള്ളവർ വന്ന് തടയും. CRPF കമാൻഡോകളുണ്ട്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകളുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയുടെ 1 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ആ സുരക്ഷാ മേഖലയിലേക്ക് കടന്നു കയറാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. എന്നാൽ അവിടെ വെച്ച് തന്നെ ഇവരെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തില്ല. പ്രിയങ്ക ഗാന്ധി അറസ്റ്റ് ചെയ്തില്ല. മല്ലികാർജുന ഖാർഗെ അറസ്റ്റ് ചെയ്തില്ല. ബാക്കി വരുന്നവരെയാണ് പോലീസ് തൂക്കി അകത്തിട്ടത്. അവർക്ക് ഇത് ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതിനിടയിലാണ് നമ്മുടെ മന്ത്രി പി.സി. വിശ്വനാഥ് വളരെ തിരക്കിട്ട് കേരള ഹൗസിൽ നിന്നും ഈ സമരമുഖത്തേക്ക് വന്നത്. പി.സി. വിശ്വനാഥ് ഇങ്ങനെ നടന്നു വരികയാണ്, ഓടി വരികയാണ്. ഈ സമരത്തിലേക്ക് പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി, ആ സമരവീര്യം കാണിക്കാൻ വേണ്ടി പി.സി. വിശ്വനാഥ് ഇങ്ങനെ വന്ന വഴി തന്നെ പോലീസ് തട്ടി അകത്തേക്ക് കയറ്റി. എവിടേക്ക്? ജീപ്പിനുള്ളിലേക്ക് കയറ്റി. പലരും വിളിച്ചു പറയുന്നുണ്ട്, സാറന്മാരെ ഇത് നമ്മുടെ മന്ത്രിയാണ്, കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ്, അവർക്ക് ഹിന്ദിക്കാർക്ക് ഏത് മന്ത്രി, എന്ത് പി.സി. വിശ്വനാഥ്. ഒരാൾ ഓടി വരുന്നു, അയാളെ പിടിച്ചകത്തിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് ഇത് ആരാണെന്നൊന്നും ഡൽഹിയിലെ പോലീസുകാർക്ക് അറിയില്ല. അതുകൊണ്ട് വിഷ്ണുനാഥിനെ തട്ടി അകത്തേക്ക് തള്ളിക്കയറ്റി അകത്തേക്ക് വിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ വരുന്നു ഡീൻ കുര്യാക്കോസ്, വലിച്ചിഴച്ച് എടുത്ത് ഒറ്റയേറ്. അവിടെയും ആരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ആണ്, ഒന്നും ചെയ്യല്ലേ, അദ്ദേഹത്തെ വെറുതെ വിടൂ. പക്ഷേ അവിടെ ഹിന്ദിക്കാർക്ക് എന്ത് മലയാളം, ഹിന്ദിക്കാർക്ക് എന്ത് ഡീൻ കുര്യാക്കോസ്. വിശ്വനാഥിനെ എടുത്ത് അകത്തിട്ടതുപോലെ ഡീൻ കുര്യാക്കോസിനെ എടുത്ത് അകത്തിട്ടു. പിന്നാലെ വരുന്നു കൊടിക്കുന്നിൽ സുരേഷൻ ടീമും 4 എണ്ണത്തിനെ കൊണ്ടുപോയി ഇവിടേക്ക് ഹരിയാന അതിർത്തിയിലേക്ക്. ഡൽഹിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നിലവിളിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ആ ശബ്ദം കേൾക്കാം. ഞാനിപ്പോൾ ഡൽഹി ഹരിയാന ബോർഡർ, അതായത് ന്യൂഡൽഹിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ഹരിയാന ബോർഡറിലുള്ള ഒരു ഡൽഹിയുടെ അണ്ടറിൽ വരുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. കാപ്രസേഗ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് കസ്റ്റഡിയിലാണ്. ഞാനും അടക്കം 4 MP-മാരെയാണ് ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങളെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ റേസ് കോഴ്സ് റോഡിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. എന്നോടൊപ്പം തന്നെ 4 MP-മാർ. നമുക്കറിയാം, ഇന്നലെ ഉണ്ടായ പോലീസ് ലാത്തിച്ചാർജ് അതിക്രൂരമായ പോലീസ് ലാത്തിച്ചാർജാണ്. പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥിനികളെ യാതൊരു പ്രകോപനവും കൂടാതെ വളരെ ഭീകരമായിട്ടാണ് ഡൽഹി പോലീസ് തല്ലിച്ചതച്ചത്. എല്ലാവരും കണ്ടതാണ്. 100 കണക്കിന് 1000 വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. അതിൽ തന്നെ 100 കണക്കിന് മർദ്ദനമേറ്റ കുട്ടികൾ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും അതുപോലെ തന്നെ ഡൽഹിക്ക് പരിസരത്തുള്ള പല ആശുപത്രിയിലും ചികിത്സയിലാണ്. പലരും ചികിത്സ തേടാതെ തന്നെ പോലീസിനെ ഭയന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം, പാർലമെന്റ് തുടങ്ങി 21-ാം തീയതി മാർച്ച് നടത്തുമെന്ന് വിദ്യാർത്ഥികൾ. അതിനു മുമ്പ് നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഉത്തരവാദിയായ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അതുപോലെ വാങ്ചുങ് ഈ നിരാകരണ വാങ്ചുങ്ങിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത 18ഓളം വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപയെങ്കിലും കോമ്പൻസേഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ന്യായമായ പ്രക്ഷോഭമാണ് ഇത്. ഇന്നലെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയപ്പോഴാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചും ലാത്തിച്ചാർജ് നടത്തിയും അതുപോലെ തന്നെ ജലപീരങ്കി ഉപയോഗിച്ചും വിദ്യാർത്ഥികളെ നേരിട്ടത്. നിരപരാധികളായ നിരായുധരായ വിദ്യാർത്ഥികളെയാണ് ഡൽഹി പോലീസിന്റെ ക്രൂരമായ അതിക്രമങ്ങൾ അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാർലമെന്റിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അടിയന്തര പ്രമേയം അംഗീകരിച്ചില്ല. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പാർലമെന്റിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്നുപോലുമില്ല. ഡൽഹി പോലീസ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി വേട്ടയ്ക്കെതിരെ
പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞു. അതിന് തയ്യാറായില്ല. ഞങ്ങൾ രാവിലെ സ്പീക്കറെ കണ്ട് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വേണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കൂടി രാവിലെ 10 മണിക്ക് 11 മണിക്ക് സമ്മേളിക്കുന്നതിന് മുമ്പ് 10:30 സ്പീക്കറെ ചേംബറിൽ നേരിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ അതിന് അനുമതി തന്നില്ല എന്നുള്ളതാണ് വിഷയം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പോലീസിന്റെ ഗുരുതരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥിനികളെ സന്ദർശിച്ചു. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പ്രധാനമന്ത്രി വസതിയിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തത്. ഞങ്ങൾ യാതൊരു അക്രമവും കാണിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ മല്ലികാർജുൻ ഖാർഗെയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയത്. ഞങ്ങൾ യാതൊരു തരത്തിലുള്ള അക്രമം കാണിച്ചില്ല. ഞങ്ങൾക്ക് പാർലമെന്റിൽ പറയാനുള്ള അവസരം തരുന്നില്ല. ഈ ഡൽഹിയിൽ നടന്ന ഗുരുതരമായ അനിഷ്ട സംഭവങ്ങൾ, വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ല. ഗവൺമെന്റ് നിസ്സാരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള ഞങ്ങൾ കോൺഗ്രസിന്റെ ഏതാണ്ട് 180 ലോക്സഭയും രാജ്യസഭയിലെയും MP-മാർ 3 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ ബസ് റേസ് കോഴ്സ് റോഡിലുള്ള പ്രധാനമന്ത്രി ബസ്സിലേക്ക് സമാധാനമായി മാർച്ച് നടത്തിയത്. അങ്ങനെ മാർച്ച് നടത്തി ഞങ്ങളെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത വിവിധ സ്റ്റേഷനുകളിൽ, ഡൽഹിയിൽ നിന്ന് ഒരുപാട് അകലെ ഉള്ള ബോർഡറിൽ വരുന്ന സ്റ്റേഷനുകളിൽ, ഹരിയാനയുടെയും രാജസ്ഥാന്റെയും അതുപോലെയൊക്കെ ബോർഡറിൽ വരുന്ന സ്റ്റേഷനിൽ കൊണ്ട് ഞങ്ങളെ പാർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മിന്നൽ പണിമുടക്കിന് കാരണം? എന്താണ് ഈ മിന്നൽ പണിമുടക്കിനെ കോൺഗ്രസ് അടക്കമുള്ളവർ പിന്തുണയ്ക്കുന്നത് എന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നും തേടി പാടൂർ പഴിപ്പുടക്കിൽ വരെ പോകേണ്ട ആവശ്യമില്ല. കാരണം CJP എന്ന് പറയുന്നത് ഇവിടുത്തെ ജെൻസിയെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് വലിയ തോതിൽ ജെൻസിയുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യം ഏറ്റുപിടിച്ചാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ കിളവൻ പാർട്ടികൾക്കൊക്കെ പിന്തുണ ജെൻസിയിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞ് തന്ത്രപരമായി തന്നെയാണ് കോൺഗ്രസും CPM-ഉം ഈ പറയുന്ന ജെൻസി പാർട്ടിയായിട്ടുള്ള കോക്രോച്ച് പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന് തങ്ങൾക്ക് യുവാക്കളുടെ ഇടയിൽ, തങ്ങൾക്ക് ചെറുപ്പക്കാരുടെ ഇടയിൽ, തങ്ങൾക്ക് കൗമാരക്കാരുടെ ഇടയിൽ വലിയ തോതിലെ പിന്തുണ ലഭിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ CJP സമരത്തിന് മുന്നിലേക്ക് ഈ പറയുന്ന പരമ്പരാഗത പാർട്ടികൾ എടുത്തു ചാടിയത്. എന്നാൽ ആ പാർട്ടികളുടെ ഇത്തരം രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ശക്തമായ നടപടിയാണ് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും എടുത്തിരിക്കുന്നത്. ആരെന്ന് നോക്കേണ്ടതില്ല, വരുന്നവനെ പിടിച്ചകത്തിടുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കൊടിക്കുന്ന് സുരേഷൊക്കെ എവിടെയോ പോയി കിടക്കുകയാണ്. അതുപോലെ ഇവിടെ നിന്ന് അവിടെ പോയ വിശ്വനാഥിനെ എവിടെ കൊണ്ടിടുമെന്ന് ആർക്കറിയാം, എവിടെ കൊണ്ട് പാർപ്പിക്കുമെന്ന് ആർക്കറിയാം. അവർക്കറിയില്ല ഇത് മന്ത്രിയാണെന്ന കാര്യം. ഇനി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഇത് കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യരുത്, ഇവിടൊക്കെ തന്നെ ഈ ചുറ്റുപാടിലൊക്കെ ഇട്ടേക്കണം എന്നൊക്കെ പറഞ്ഞ് ആര് ബോധ്യപ്പെടുത്താനാണ്? കാരണം അവർ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ ഉറക്കമില്ലാതെ അവിടെ കിടന്ന് ഈ CJP-ക്കാരെ തല്ലി ഓടിക്കുകയാണ്. അവർക്ക് ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല. അങ്ങനെയുള്ള പോലീസുകാരുടെ നടുവിലേക്കാണ് ഈ PC വിശ്വനാഥിനെ പോലുള്ളവർ ചാടിപ്പാഞ്ഞ് ചെല്ലുന്നത്. ഇനി ഡീൻ കുര്യാക്കോസിന്റെ ഒക്കെ അവസ്ഥ എന്തറിയാം? കൊടിക്കുന്ന് സുരേഷ് 40 കിലോമീറ്റർ അകലെ കിടക്കുന്നു. ഇവരൊക്കെ ഇനി എന്ന് പുറത്തു വരും? ഇവരൊക്കെ ആരാ എന്താണെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഇനി ഭാവി എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവരെയൊക്കെ ആരാണ് ഇനി ജാമ്യത്തിലെടുക്കേണ്ടത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം കലുഷിതമാണ് അവിടുത്തെ അന്തരീക്ഷം. ഒരു മിന്നൽ പണിമുടക്കിലൂടെ രാഹുൽ ഗാന്ധി കാണിച്ച ഒരു മണ്ടത്തരമാണ് ഈ പറയുന്ന ഈ പാവപ്പെട്ട നമ്മുടെ PC വിശ്വനാഥും ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്ന് സുരേഷ് അടക്കമുള്ളവരൊക്കെ ഏതൊക്കെയോ ഹിന്ദിക്കാരൻ്റെ എവിടെയൊക്കെയോ ഉള്ള ജയിലിൽ കിടന്ന് നരകിക്കുകയാണ്. ഇവരൊക്കെ ഇനി എന്ന് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആരാണ് ഇവരെ ജാമ്യത്തിലെടുക്കുന്നത്? ഡൽഹി പോലീസിനാണെങ്കിൽ അവർക്ക് ഊണില്ല, ഉറക്കമില്ല. CRPF-കാരും അതുപോലെ തന്നെ ഇന്നലെ ഈ കോക്രോച്ചുകാരെ രാത്രിയിലിട്ട് ഓടിച്ച് അതിനിടയിലാണ് ഇപ്പോൾ ഈ മിന്നൽ പണിമുടക്കവുമായി വന്നത്. അവർക്ക് ആരെന്നില്ല, എന്തെന്നില്ല, പിടിച്ച് വരുന്നവനൊക്കെ പിടിച്ച് അകത്തിടുക. 10-40 കിലോ അവിടെ എങ്ങുമില്ല. പോലീസ് ഡൽഹിയിലെ ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഈ സമരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ തന്നെ കോക്രോച്ചുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സെല്ലുകളെല്ലാം. അതുകൊണ്ടാണ് ഈ 10-50 കിലോമീറ്റർ ദൂരെയുള്ള ഹരിയാനയുടെ അതിർത്തി ബോർഡറിലൊക്കെ കൊണ്ടുള്ള ഈ വെള്ളം പോലും കിട്ടാത്ത പോലീസ് സ്റ്റേഷനൊക്കെ ഇവരെ കൊണ്ട് തള്ളുന്നത്. PC വിശ്വനാഥ് എവിടാണെന്ന് ആർക്കറിയാം? ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ എപ്പോൾ വരുന്നുള്ള കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.